ശബരിമലയിൽ മകരവിളക്ക് ദർശനത്തിനായി എത്തുന്നവർക്ക് പർണശാലയിൽ ഭക്ഷണം എത്തിച്ചു നൽകുമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. പർണശാലയിൽ പാചകം ചെയ്യുന്നത് അപകടമുണ്ടാക്കുന്നതിനാലാണ് ഈ തീരുമാനം. മകരജ്യോതി ദർശനത്തിനായി തീർത്ഥാടകർ മരച്ചില്ലകളിൽ കയറുന്നത് കർശനമായി തടയുമെന്നും മകരവിളക്ക് തീർത്ഥാടനം സുഗമവും സുരക്ഷിതവുമായി നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പമ്പ ശ്രീരാമ സഹേതം ഓഡിറ്റോറിയത്തിൽ അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വിശുദ്ധി സേനാംഗങ്ങളുടെ വേതനം കൂട്ടി നൽകുമെന്നും അരവണപ്രസാദം ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. മകരവിളക്ക് ദിവസം കൂടുതൽ പോലീസിനെ നിയോഗിക്കും. വ്യൂ പോയിന്റുകളിൽ സുരക്ഷാവേലി സ്ഥാപിക്കും. കഴിഞ്ഞ മകരവിളക്ക് ദിവസം KSRTC 800 ബസ്സുകൾ സർവീസ് നടത്തി. ഇത്തവണ കൂടുതൽ ബസ്സുകൾ സജ്ജമാക്കും. തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന വാഹനങ്ങൾ കുമളിയിൽ പാർക്കിംഗ് ഒരുക്കാൻ തമിഴ്നാട് വനം വകുപ്പിന്റെ സഹായം തേടും. കോട്ടയം കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ തീർത്ഥാടകർക്കായി പ്രത്യേക സൗകര്യം ഉറപ്പാക്കിയിട്ടുണ്ട്. പന്തളം കൊട്ടാരത്തിൽ നിന്ന് ആരംഭിക്കുന്ന തിരുവാഭരണ ഘോഷയാത്ര സംഘത്തിന് സുഗമമായ പാത ഒരുക്കും. പാതയിൽ തടസ്സമായി നിൽക്കുന്ന മരച്ചില്ലകൾ വനം വകുപ്പ് മുറിച്ചുമാറ്റും. മകരവിളക്കിനു ശേഷം സംഘത്തിന്റെ തിരികെയുള്ള യാത്രയിൽ വന്യജീവികൾ എത്തുന്നത് തടയാൻ നടപടി സ്വീകരിക്കും. എരുമേലി പേട്ടതുള്ളലിന് കോട്ടയം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. KU ജനീഷ് കുമാർ MLA, ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്യം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ, അംഗങ്ങളായ K രാജു, PD സന്തോഷ് കുമാർ, പത്തനംതിട്ട ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ, വിവിധ ജില്ലാ പോലീസ് മേധാവികളായ R ആനന്ദ്, A ഷാഹുൽ ഹമീദ്, MB മോഹനചന്ദ്രൻ, ശബരിമല MD അരുൺ S നായർ, റാന്നി DFO N രാജേഷ്, പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ S സന്ദീപ്, ദേവസ്വം കമ്മീഷണർ B സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.